വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ആ വീഴ്ചയിൽ വസുമതി ചവിട്ടി വീഴുന്ന ആ വീഴ്ചയിൽ ശാലിനിയുടെ കൈമുട്ടയ്ക്ക് മുറിയുന്നുണ്ട്. തുടർന്ന് അർജുനും പ്രീതിയും ചേർന്ന് ശാലിനിയെ പിടിച്ചങ്ങോട്ട് ഇരുത്തിയ ശേഷം സത്യഭാമയോട് അർജുൻ വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ ആരെയാണ് ചവിട്ടിയതെന്നറിയാമോ? സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെയാണ് അമ്മ ചവിട്ടിയത്. വിഷ്ണു ആരാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ. അന്നേരം വിഷ്ണുവിൻ്റെ ആ പ്രവർത്തികളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുകയാണ് വസുമതി. അന്നേരം വസുമതി നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അന്നേരം അർജുൻ മനസ്സിലാക്കുകയാണ് അമ്മ നന്നായിട്ട് പേടിച്ചു, ഇനി അതേ മാർഗമുള്ളൂ എന്ന്. തുടർന്ന് ശാലിനിയുടെ മുറിഞ്ഞ കയ്യിൽ മരുന്നെടുക്കാനായി പ്രീതി അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി അങ്ങ് പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം അർജുൻ വീണ്ടും വസുമതിയോട് വന്ന് പറയുകയാണ്, വിഷ്ണു ഇപ്പോൾ അനിയത്തിയുടെ സീമന്തം നടത്താനുള്ള തിരക്കിലായിരിക്കും. അവനിവിടെ അന്ന് വന്ന് വെറുതെ നിന്നതൊക്കെ അമ്മയോടുള്ള പേടി കൊണ്ടൊന്നുമല്ല, അനിയത്തിയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇപ്പോൾ ശാലിനിയെ അമ്മ ചവിട്ടി കൂടി എന്നറിഞ്ഞാൽ അവൻ്റെ വിധം മാറും, അവൻ ഇങ്ങോട്ട് പാഞ്ഞെത്തും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ പറ്റി കൂടുതൽ പറഞ്ഞ് വസുമതിയെ നന്നായിട്ട് പേടിപ്പിക്കുന്നുണ്ട് അർജുൻ. വിഷ്ണുവിൻ്റെ പ്രാണനാണ് ശാലിനി എന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. ആ ശാലിനിയുടെ ദേഹത്ത് നിന്നാണ് ചോര ഇപ്പോൾ പൊടിഞ്ഞത്. അതിനു പകരം ചോര വീഴ്ത്താതെ അവൻ അടങ്ങില്ല, അവൻ ഇങ്ങോട്ടത്തേക്ക് ഉടനെ എത്തും എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്. അന്നേരം നന്നായിട്ട് പേടിച്ച് വസുമതി നിൽക്കുകയാണ്. അന്നേരം അർജുൻ പറയുന്നതൊക്കെ ശാലിനി ഒന്ന് ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇതേ സമയത്തിനകം ശാലിനിയുടെ കയ്യിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയാണ് പ്രീതി. മരുന്നൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ വേദനയുണ്ടോ ശാലിനി എന്നൊക്കെ പ്രീതി ചോദിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേദന മനസ്സിലാണ്, പ്രീതിയെ കൂടെ അയക്കാത്തതിലാണ് എനിക്ക് വിഷമമെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം അതൊന്നും വേണ്ട ശാലിനി, അതൊന്നും നടക്കില്ല, എനിക്ക് സീമന്തമൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രീതി സങ്കടപ്പെടുന്നുണ്ട്. അർജുനേട്ടനൊപ്പം താമസിക്കാനെങ്കിലും എന്നെ അവർ സമ്മതിക്കുന്നുണ്ടല്ലോ, ആ സന്തോഷം മാത്രം മതി, എനിക്ക് വേറൊന്നും വേണ്ട എന്നൊക്കെ പ്രീതി പറയുകയാണ്. തുടർന്ന് താഴെ വീണ ബാഗ് അർജുൻ എടുത്ത് ശാലിനിക്ക് കൊടുക്കുന്നുണ്ട്. അതും വാങ്ങിയിട്ട് പോട്ടെ ശാലിനി എന്നും പറഞ്ഞ് എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞിട്ട് സങ്കടത്തോടു കൂടി ശാലിനി നടക്കുകയാണ് ഗേറ്റിനടുത്തേക്ക്. തുടർന്ന് കാണിക്കുന്ന സീനിൽ വിജയലക്ഷ്മിയും അമ്മാവനും കൂടി ശാരിക പോയതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അന്നേരം നീ പറഞ്ഞതൊന്നും വകവയ്ക്കാതെയാണോ പോയത്, അവൾക്ക് ഒരെണ്ണം വച്ച് കൊടുത്തുകൂടായിരുന്നോ എന്നൊക്കെ അമ്മാവൻ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാ, കാലിൽ ചക്രം വെച്ച പോലല്ലേ, അവളൊരൊറ്റ പോക്കായിരുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ ഗുളിക തീർന്നത് പോലും പറഞ്ഞിട്ട് കാര്യമാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കത്തിക്കയറുകയാണ് വിജയലക്ഷ്മി. ഈ സമയത്താണ് ശാരികയും കൂട്ടി ശാരദമ്മ ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. അന്നേരം അവരെ കണ്ടിട്ട് തള്ളയുമുണ്ടല്ലോ കൂടെ എന്ന് അമ്മാവൻ പറയുകയാണ്. ഇവിടെ വന്ന് കയറിയാൽ അടി കിട്ടുമെന്ന് അവൾക്ക് ഉറപ്പാണ്, അതുകൊണ്ടാണ് ജാമ്യത്തിന് ആളെയും കൊണ്ടുവന്നത് എന്ന് വിജയലക്ഷ്മി അവരെ കണ്ട് പറയുന്നുണ്ട്. തുടർന്ന് അവരെ അകത്തേക്ക് കയറാനായിട്ട് ഒരുങ്ങുമ്പോൾ അമ്മാവനും വിജയലക്ഷ്മി സമ്മതിക്കുന്നില്ല. എന്തിനാ വന്നതെന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ്. അന്നേരം മാപ്പ് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്, അല്ലെങ്കിൽ വളർത്തുദോഷം എന്നല്ലേ പറയൂ, വിജയലക്ഷ്മി ഏൽപ്പിച്ച ഒരു ജോലി പാതി വഴിക്കാക്കിയിട്ടാണ് വീട്ടിലേക്ക് ഇവൾ വന്നതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനും കൂടി വന്നതെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം പാതി വഴിയിലിട്ടു എന്നല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ഗുളിക വാങ്ങിക്കാനാണ് ഞാൻ പറഞ്ഞു വിട്ടത്, അതുപോലും കൊണ്ടെത്തിച്ചില്ല, വളർത്തുദോഷം എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി ശാരദാമ്മയും വഴക്ക് പറയുകയാണ്. മകളെ കൊള്ളരുതായ്മ കാണിച്ചിട്ട് മാപ്പ് വന്ന് പറഞ്ഞാൽ നിങ്ങളെ താലപ്പൊലിയുമായിട്ട് ഞാൻ സ്വീകരിക്കണോ ശാരദാമ്മയെന്ന് വിജയലക്ഷ്മി ദേഷ്യത്തോടെ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട്. തുടർന്ന് അമ്മാവൻ ചോദിക്കുകയാണ്, അതിനു വേണ്ടി എന്ത് അത്യാവശ്യത്തിനാണ് എല്ലാം ഇവിടെ നിട്ടെറിഞ്ഞിട്ട് ഇവളിറങ്ങി ഓടിയത് എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന്. ആ സന്തോഷം കൂടി പങ്കുവയ്ക്കാനാണ് കൃഷ്ണൻകുട്ടി ചേട്ടാ ഞാൻ വന്നത്. ശാലിനി മോള് കളക്ടർ പരീക്ഷയിൽ പാസ്സായി, ആ വാർത്ത ഇവളെ കുറുപ്പ് സാറ് വിളിച്ചു പറഞ്ഞു, അത് ഞങ്ങളെ അറിയിക്കാനാണ് ഇവള് ഓടി വന്നതെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ആ സന്തോഷ വാർത്ത കേട്ടൊന്ന് അമ്പരക്കുന്നുണ്ട് വിജയലക്ഷ്മിയും അമ്മാവനും ഒരുപോലെ. പക്ഷേ ശാരദാമ്മ ബാക്കി സന്തോഷമൊക്കെ പറയാൻ തുടങ്ങുമ്പോഴേക്കും അത് ഇഷ്ടപ്പെടാതെ അങ്ങ് സെറ്റിലേക്ക് പോയിരിക്കുകയാണ് അമ്മയും അമ്മാവനും കൂടി. അത് കണ്ടിട്ടും അത് നീരസമൊന്നും വിചാരിക്കാതെ ശരിയും കൂട്ടി അകത്തേക്ക് കയറുകയാണ് ശാരദാമ്മ. തുടർന്ന് കൊണ്ടുവന്ന കവറിൽ നിന്നും ഇത് കുറച്ച് മധുരമാണ്, പിന്നെ വിജയലക്ഷ്മിയുടെ മരുന്നും വാങ്ങിച്ചിട്ടുണ്ട്, 1 മാസത്തേക്കുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്, അതങ്ങ് കൊടുക്കുമോളെ എന്ന് ശാരിയോട് പറയുന്നുണ്ട്. അന്നേരം ശാരി അതങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പോഴേക്കും അത് പിടിച്ചു വാങ്ങിയിട്ട് ജീവൻ കിടക്കാൻ ഇതാണ് മനുഷ്യന് വേണ്ടത്, അല്ലാതെ പലഹാരമല്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് വിജയലക്ഷ്മി. തുടർന്ന് മധുരം അമ്മാവന് നേരെ നീട്ടുമ്പോൾ എനിക്ക് ഷുഗർ ഉള്ളതാണ്, ഇതിലൊന്നും വലിയ കമ്പമില്ല എന്ന് പറയുകയാണ്. എന്നാലും ഞങ്ങളുടെ ഒരു സന്തോഷത്തിനെന്ന് ശാരദാമ്മ പറയുമ്പോൾ നിങ്ങൾ സന്തോഷമൊക്കെ കാണിച്ചിട്ട് ഇവിടെ നിന്ന് പോകും, പിന്നെ അനുഭവിക്കുന്നത് ഞാനാണ്, നോക്കാൻ നിങ്ങളുടെ മകള് പോലും കാണില്ല എന്ന് തെളിയിച്ചതാണല്ലോ എന്ന് അമ്മാവൻ ശാരിയെ നോക്കി പറയുന്നുണ്ട്. അന്നേരം മുഖമങ്ങ് വല്ലാതാവുകയാണ് ശാരദാമ്മയ്ക്ക്. ഇനി കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് വന്നിട്ട് ഒന്നും എടുത്തില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് പാത്രത്തിൽ നോക്കാതെ തന്നെ കൈകൊണ്ട് ഒരു ലഡു അങ്ങ് എടുക്കുന്നുണ്ട്. അന്നേരം വിജയലക്ഷ്മി സംശയം ചോദിക്കുകയാണ്, അപ്പോൾ ഇനി അവള് കളക്ടർ ആകുമോ എന്ന്.
ഒരു ഇൻ്റർവ്യൂ കൂടിയുണ്ട്, അത് കഴിഞ്ഞാൽ കളക്ടർ ആകുമെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അപ്പോൾ കളക്ടർക്ക് എന്തോ ശമ്പളം കിട്ടുമെന്ന് വിജയലക്ഷ്മി തിരക്കുകയാണ്. അതൊന്നും അറിയില്ല എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം അമ്മാവൻ പറയുന്നുണ്ട് ഏതായാലും 1 ലക്ഷത്തിന് മുകളിൽ കിട്ടുമെന്ന്. അന്നേരം 1 ലക്ഷമോ എന്നും പറഞ്ഞങ്ങ് വാ പൊളിക്കുകയാണ് വിജയലക്ഷ്മി. അതിനുവേണ്ടി എന്തോ ജോലിയാ ഉള്ളത്, ഒരു കൊടിവെച്ച കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പോരെ എന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ്. എന്തായാലും ശാരദാമ്മയുടെ മക്കളിൽ ഒന്നെങ്കിലും കൊണപ്പെട്ടല്ലോ എന്ന് കളിയാക്കി പറയുകയാണ് അമ്മാവൻ. തുടർന്ന് ആ ലഡുവിൽ നിന്ന് ഒരു കഷ്ണം വായിലേക്ക് വെച്ച ശേഷം കനച്ച ലഡുവാണ് ശാരദാമ്മയെന്നും പറഞ്ഞ് അതങ്ങ് മുറ്റത്തേക്ക് എറിയുകയാണ് അമ്മാവൻ. നല്ലതല്ല നിങ്ങൾ ആൾക്കാർക്ക് കൊടുത്തിട്ട് കനച്ചത് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുവാണോ എന്നും പറഞ്ഞ് അമ്മാവൻ ശാരദാമ്മയെ വഴക്ക് പറയുകയാണ്. കൃഷ്ണൻകുട്ടി അമ്മാവൻ്റെ പ്രവൃത്തി കണ്ട് മനസ്സ് വിഷമിച്ച ശാരദാമ്മ ഞാൻ ഇറങ്ങുകയാണ് മോളെ, ഹോട്ടലിൽ ജോലി കിടക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ശാരദാമ്മ വിഷമത്തോടു കൂടി അവിടെ നിന്നും പോകുന്നുണ്ട്. തുടർന്ന് വീണ്ടും വിജയലക്ഷ്മി ശാരികയെ വഴക്ക് പറയുകയാണ്. അനിയത്തി ഫേഷ്കാറായാൽ ഇവിടുത്തെ അടുക്കളയിലൊന്നും വേവില്ല, പോയി ജോലി ചെയ്യടിയെന്നും പറഞ്ഞ്. അന്നേരം ശാരിക അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ആ ശാരദാമ്മ കൊണ്ടുവച്ച സാധനങ്ങൾ നോക്കിയിട്ട് അതും കൂടി എടുത്തുകൊണ്ട് പോടിയെന്ന് വിജയലക്ഷ്മി ശാരികയോട് വഴക്ക് പറയുകയാണ്. തുടർന്ന് ശാരിക അതൊക്കെ എടുത്തുകൊണ്ടങ്ങ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ വിഷ്ണുവും രാഘവൻ നായരുമൊക്കെ ശാലിനിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അന്നേരം വിഷ്ണു പുറത്തേക്കൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാൻ ശാലിനിയെ ഒന്ന് വിളിച്ച് നോക്കട്ടെ, അർജുൻ്റെ വീട്ടിൽ എന്തായെന്ന് അറിയില്ലല്ലോ എന്ന്. അന്നേരം അത് തന്നെയാണ് മോനെ ഞാനും ആലോചിക്കുന്നതെന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ശാലിനിയെ ഫോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സമയത്താണ് സുസ്മിതയും കൂട്ടി സത്യഭാമ ഹാളിലേക്ക് വരുന്നത്. സത്യഭാമ ചോദിക്കുകയാണ് പ്രീതിയെ സീമന്തത്തിന് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നിന്റെ ഭാര്യ പോയെന്ന് സുസ്മിത പറഞ്ഞു, എന്നിട്ട് എവിടെയാടാ അവളെന്ന് വിഷ്ണുവിനോട് ഭാമ ചോദിക്കുന്നു. അന്നേരം വിഷ്ണു മറുപടി പറയാനായിട്ട് തുടങ്ങുമ്പോൾ ഇടയ്ക്കേറി സുസ്മിത പറയുകയാണ് അതൊന്നും നടക്കില്ല ആൻറ്റി, അവൾ ഇവിടെ കാണിക്കുന്ന വേലത്തരം വല്ലതും വസുമതി ആൻറ്റിയുടെ അടുത്ത് നടക്കുമോ, കാര്യം നടക്കില്ല എന്നറിഞ്ഞപ്പോൾ അവൾ നാട് വിട്ടുപോയി കാണും എന്ന് പറഞ്ഞ് സുസ്മിത പരിഹസിക്കുകയാണ്. അന്നേരം വാതിൽക്കലേക്ക് വരികയാണ് ശാലിനി പുറത്തുനിന്നും. നാട് വിട്ടു പോയിട്ടില്ല സുസ്മിതേ, ഞാൻ നാട് വിട്ടു പോകണമെന്നാണ് നിന്റെ ആഗ്രഹം, പക്ഷേ തൽക്കാലം അത് സാധിച്ചു തരാനായിട്ട് നിവർത്തിയില്ല എന്ന് തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ സുസ്മിതയോട് അവിടെ നിന്ന് സംസാരിക്കുകയാണ് ശാലിനി ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു നിർത്തുമ്പോഴേക്കും സുസ്മിത പറയുകയാണ് അതൊക്കെ അങ്ങ് തീരുമാനിക്കാനായിട്ട് വരട്ടെ, പ്രീതിയെ കൊണ്ടുവരുമെന്ന് വീമ്പിളക്കിയിട്ടല്ലേ നീ ഇവിടെ നിന്നും പോയത്, ഇനിയിപ്പോൾ പ്രീതിയെ കൊണ്ടുവന്നിട്ട് നീ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം ശാലിനിയുടെ പുറകിലേക്കൊക്കെ നോക്കുന്നുണ്ട് സത്യഭാമ പ്രീതിയെ. അന്നേരം അത് ഉറപ്പാണോ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അതേ എന്ന് സുസ്മിത പറയുകയാണ്. എങ്കിൽ നീ അല്ലാതെ തീരുമാനിക്കേണ്ടത് ഈ ഇരിക്കുന്ന സത്യാമ്മയാണെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം സത്യഭാമ പറയുകയാണ് എൻ്റെ മനസ്സിലുള്ളത് തന്നെയാണ് സുസ്മിത പറഞ്ഞതെന്ന്. ഈ വീട്ടിൽ എൻ്റെ മനസ്സ് കാണുന്നത് സുസ്മിത മാത്രമാണെന്ന് ഭാമ പറയുകയാണ്. അന്നേരം ഭാമയെന്ന് വിളിക്കുന്നുണ്ട് രാഘവൻ നായർ. തുടർന്ന് അമ്മയെന്നും വിഷ്ണു അങ്ങ് വിളിക്കുകയാണ്. അന്നേരം പറഞ്ഞത് മാറ്റി പറയുന്ന ശീലം ഈ സത്യഭാമയ്ക്കില്ല, ഇനി ആര് നിർബന്ധിച്ചാലും എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി ഭാമ പറയുകയാണ്. അന്നേരം അത് കേട്ടങ്ങ് സന്തോഷമാകുന്നുണ്ട് സുസ്മിതയ്ക്ക്. തുടർന്ന് ശാലിനി അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് ശാലിനി എന്നും പറഞ്ഞ് വിഷ്ണു പുറകെ വാതിലിനടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷമാകുകയാണ് സുസ്മിതയ്ക്ക്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട് ഭാമയെ ശാലിനിയെ തിരിച്ചു വിളിക്കുന്ന. ഇതല്പം കടന്നുപോയി എന്ന് രാഘവൻ നായർ പറയുമ്പോൾ സുസ്മിത ചോദിക്കുന്നുണ്ട് എന്ത് കടന്നുപോയി എന്ന്, അവൾ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് ഭാമാൻ്റെ അവൾക്ക് കൊടുത്തതെന്ന്. അന്നേരം തിരികെ ഭാമയുടെ അടുത്തേക്ക് വന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അമ്മ അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവളെ ഇറക്കി വിട്ടത്, തിരിച്ചു വിളിക്കുക അമ്മയെന്നൊക്കെ വിഷ്ണു ഭാമയോട് പറയുകയാണ്. ഇത്രയും നാൾ ശ്രമിച്ചിട്ടും സാധിക്കാത്തത് ഇന്ന് സാധിച്ചു, പ്രീതി എന്ന ആയുധം പണ്ടേ എടുത്ത് പ്രയോഗിക്കേണ്ടതായിരുന്നു എന്നൊക്കെ അന്നേരം വിഷ്ണുവിൻ്റെ പ്രകടനമൊക്കെ കണ്ടിട്ട് സുസ്മിത മനസ്സിൽ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. ഈ സമയത്താണ് ശാലിനി വീണ്ടും വാതിൽക്കലേക്ക് പ്രീതിയെയും കൂട്ടി വരുന്നത്. അതുകൊണ്ട് ആകെ അങ്ങ് സന്തോഷമാകുകയാണ് ഭാമയ്ക്കും വിഷ്ണുവിനും രാഘവൻ നായർക്കുമൊക്കെ. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ വാവൊളിച്ച് നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് പ്രീതിയും ശാലിനിയും കൂടി ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുമ്പോൾ വസുമതിയുടെ വീട്ടിലെ ബാക്കി നടന്ന സംഭവമാണ് കാണിക്കുന്നത്. ശാലിനി അങ്ങ് സങ്കടത്തോടു കൂടി ഗേറ്റിനടുത്തേക്ക് നടക്കുമ്പോൾ അർജുൻ വീണ്ടും ഇത് അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് വസുമതിയെ വീണ്ടും ഭയപ്പെടുത്തുന്നുണ്ട്. അന്നേരം ശാലിനിയെ തിരികെ വിളിക്കുകയാണ് വസുമതി. ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചപ്പോൾ പ്രീതിയെ നിന്റെ കൂടെ അയക്കാമെന്ന് വിചാരിച്ചു. ഒരു പെൺകുട്ടിയുടെ സീമന്തം തടയുന്നത് മനസാക്ഷിക്ക് നിരക്കുന്ന പ്രവൃത്തിയല്ല, എനിക്കും ഒരു പെൺകുട്ടി ഉള്ളതല്ലേ, നീ പ്രീതിയെ കൊണ്ടുപോയിക്കോ എന്ന് ശാലിനിയോട് വസുമതി പറയുകയാണ്. അന്നേരം അത് വസുമതിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് പണി ഏറ്റു എന്ന് അർജുൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. സന്തോഷത്തോടു കൂടി ആൻറ്റിക്ക് 100 കോടി പുണ്യം കിട്ടുമെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം പുണ്യമൊക്കെ അവിടെ ഇരിക്കട്ടെ, തൽക്കാലം ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ആരും അറിയണ്ടെന്ന് വസുമതി ശാലിനിയോട് പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി ശാലിനി എന്നും പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിക്കുകയാണ് പ്രീതി. അത് കണ്ട് വസുമതി വിചാരിക്കുന്നുണ്ട് ഇപ്പം കെട്ടിപ്പിടിച്ച് സന്തോഷിച്ചോ, പക്ഷേ നാളെ DNA ടെസ്റ്റിന് റിസൾട്ട് വരുമ്പോൾ കൂട്ടക്കരച്ചിലാകുമെന്ന്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.